ഗസയിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക് സ്ക്രീനിന്റെ പകുതി പങ്കുവെച്ചുകൊണ്ട് പ്രൈവറ്റ് സിനിമയുടെ എലോൺ എന്ന പേരിലുള്ള ആദ്യ ഗാനം പുറത്തിറങ്ങി. കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ഇന്ദ്രൻസും മീനാക്ഷി അനുവും പ്രധാന വേഷത്തിലെത്തുന്ന പ്രൈവറ്റിന്റെ ആദ്യ ഗാനത്തിൽ അണിയറക്കാർ ഉയർത്തിയിട്ടുണ്ട്. സരിഗമയാണ് ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തിറക്കിയത്. സിനിമയിലെ ഗാനങ്ങൾ സിനിമയിലെ ദൃശ്യങ്ങളില്ലാതെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. സ്ക്രീനിന്റെ ഒരു പകുതിയിൽ സിനിമയുടെ ടൈറ്റിൽ കാർഡാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ടൈറ്റിൽ കാർഡിന്റെ ഫ്രെയിമിൽ പലസ്തീൻ പതാകയുടെ നിറത്തിലുള്ള ഓഡിയോ വേവും ശ്രദ്ധേയമാണ്. ആദ്യമായാണ് ഒരു മലയാള സിനിമയുടെ അണിയറക്കാർ സിനിമയുമായി ബന്ധപ്പെട്ട റിലീസുകളിൽ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നു. സിലംബരസനെ കേന്ദ്ര കഥാപാത്രമാക്കി വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം അരസന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങി. ഈ ക്രിയേഷൻസിന്റെ ബാനറിൽ കലൈപ്പുളി എസ് തനു ആണ് ചിത്രം നിർമ്മിക്കുന്നത്. അസുരൻ എന്ന ചിത്രത്തിന് ശേഷം വെട്രിമാരൻ, കലൈപ്പുളി എസ് തനു ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ്. ദേശീയ പുരസ്കാര ജേതാവായ വെട്രിമാരൻ ആദ്യമായാണ് ചിമ്പുവുമായി ഒരു ചിത്രത്തിനായി ഒന്നിക്കുന്നത്. OTT റിലീസിന് ഒരുങ്ങി TK രാജീവ് കുമാർ ചിത്രം കോളാമ്പി. നിത്യാമേനോൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ചിത്രത്തിൽ രഞ്ജി പണിക്കർ, ദിലീഷ് പോത്തൻ, സിജോയ് വർഗീസ്, ബൈജു സന്തോഷ് തുടങ്ങിയവരും വേഷമിടുന്നു. 2 മണിക്കൂർ 11 മിനിറ്റ് ദൈർഘ്യം വരുന്ന ചിത്രം സൈന പ്ലേയിൽ സംപ്രേഷണം ചെയ്തു.